നമ്മളിന്ന് രാവിലെ തന്നെ ഇതേ വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടിയിലല്ല, ഇന്നും നമ്മൾ എമഷൻ വണ്ടിയിലാണ്. ഈ വണ്ടിയിൽ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ എമഷൻ വണ്ടിയുടെ അടുത്തേക്ക് പോവാൻ. അപ്പോൾ പ്ലാന്റിലൊക്കെ ടാറിങ്ങിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട്, നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഹായ്, അപ്പോൾ നമ്മൾ ഇന്നും എമഷൻ വണ്ടിയിലാണ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എമഷൻ അടിച്ച് റെഡിയാക്കേണ്ട ആൾ ലീവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ മെക്കാനിക്കാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അവൻ വരുമെന്ന് പറഞ്ഞു, പക്ഷെ ഇതുവരെ എത്തിയില്ല. അവനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മളിങ്ങനെ കുമ്പള സർവീസ് റോഡിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ മെക്കാനിക്ക് വരണം. ഇത് ഇവിടെയൊക്കെ ഇന്റർലോക്കിൻ്റെ കട്ടകൾ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. മൊത്തം ഇന്റർലോക്കിൻ്റെ പണിയാണ് ഇപ്പോൾ കുമ്പള ഭാഗത്ത് നടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മെക്കാനിക്ക് രഹിത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ നേരെ സൈഡിലോട്ട് വിടുകയാണ്. അപ്പൊ നമ്മള് സൈഡിലെത്തിയിട്ടുണ്ട്. ഇതേ നമ്മുടെ ചോട്ട പണിയായുധങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അനീഷേട്ടൻ ഇവിടെ ഉണ്ട്. മിക്സും വണ്ടി വന്നിട്ടില്ല. ഇനി നമുക്ക് ഇതാ ഇഷ്ടം പോലെ ഏരിയ, ഈ സൈഡൊക്കെ നമ്മൾ അടിച്ചു കഴിഞ്ഞു ഇന്നലെ. ഇനിയിപ്പോൾ ഈ സൈഡ് ഒന്നുകൂടി ശരിയാക്കാനുണ്ട്. അപ്പൊ ചോട്ട റെഡിയല്ല? അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മൾ എമസനൊക്കെ അടിച്ചു കഴിഞ്ഞത്. ആദ്യത്തെ നമ്മുടെ ലോഡ് വന്നിട്ടുണ്ട്. നമ്മുടെ രജിതേട്ടൻ്റെ വണ്ടിയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ലോഡ് ഇത് പേപ്പറിലോട്ട് വെക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ എമസൻ വണ്ടി ഇതേ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ ഇവിടെയൊക്കെ അടിക്കണം. അപ്പോൾ നമ്മുടെ പേപ്പർ ഏതാണ്ട് അടുത്തെത്താറാവുമ്പോഴാണ് നമ്മൾ ഇവിടെയൊക്കെ അടിച്ച് എമഷൻ അടിച്ച് റെഡിയാക്കുള്ളൂ. കാരണം ഇതുവഴി വണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ട് നമ്മുടെ എമഷൻ അടിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മൊത്തം നമ്മൾ എമഷൻ അടിച്ച് പൂശി കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല, എമഷൻ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ലോഡ് പേപ്പറിലേക്ക് എത്തി കേട്ടോ. അതാ പേപ്പറിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് താറിങ് പരിപാടി തുടങ്ങും. ഇന്നും നമ്മൾ ഉപ്പള ഗേറ്റിനും അതുപോലെ തന്നെ ഉപ്പള പാലത്തിനും ഇടയിലുള്ള ഏരിയയിലാണ് താറിങ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ലോഡൊക്കെ തട്ടി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വർക്കേഴ്സൊക്കെ ഇതാ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ കുറച്ച് ഒരുക്കപ്പാടിലാണ്. കാരണം നമ്മുടെ ഫസ്റ്റ് പേപ്പർ വെച്ച് വലിക്കുമ്പോൾ അവിടെ ലെവലൊക്കെ കറക്റ്റ് റെഡിയാക്കിയതിന് ശേഷം സെൻസറൊക്കെ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ തുടങ്ങുള്ളൂ. അതിൻ്റെ ഒരു ചെറിയൊരു ഡിലേ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ റോളറിലാണ് കേട്ടുള്ളത്. റോളറിൻ്റെ മീറ്റർ കൺസോളൊക്കെ ഇതാ കാണാത്തവർ കണ്ടോളൂ. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററൊക്കെ വരുന്നത്. കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കൺട്രോളും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ ഫോർവേഡ് റിവേഴ്സ് ലിവർ. ഇത് ലോക്കാണ്, ന്യൂട്രാണിത്. ഇത് റിവേഴ്സ്, ഇത് ഫോർവേഡ്, സിമ്പിൾ. പിന്നെ അതുമാത്രമല്ല നമുക്കിത് ഓടിക്കാനൊക്കെ പറ്റും. പക്ഷേങ്കിൽ ഇത് കറക്റ്റ് ട്രാക്ക് ഇല്ലാതെ താറിങ് വൈബ്രേറ്ററൊക്കെ കൊടുത്ത് സെറ്റാക്കി പോകാൻ അതൊരു ഓപ്പറേറ്റർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഓരോ വണ്ടികൾ ഇതാ ഇതുവഴി ലോഡുമായി പോകുന്നുണ്ട്. രാവിലത്തെ നമ്മളിവിടെ വന്നിട്ടുള്ള ഫസ്റ്റ് ട്രെയിൻ ഇതുവഴി കടന്നുപോയി. നല്ലൊരു വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് ട്രെയിൻ കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ വലിച്ച് നീങ്ങിയിട്ടുണ്ട്. ഇത് നമ്മളെ പീട്ടുകാരന് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ഡീസൽ വണ്ടിയുടെ ചേട്ടൻ. അതുപോലെ തന്നെ ഇതാ ഏകദേശം 100 ലിറ്റർ ഇപ്പോൾ അടിച്ചു കഴിഞ്ഞു. ഇതാണ് ഇതിൻ്റെ ഗേജ്. പക്ഷെ ഇതിലൊന്നും കാര്യമായിട്ട് കാണിക്കുന്നില്ല, പൊങ്ങുമായിരിക്കും. അതുപോലെ ഈ ഏരിയയൊക്കെ നമ്മൾ താറിയത് കഴിഞ്ഞ സ്ഥലങ്ങളാണ്. ഇനിയിപ്പോൾ ഫ്രണ്ടിലായിട്ട് ഓരോ ലോഡും മണ്ണും തട്ടി പോകുന്നുണ്ട്. നമ്മൾ PTR ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും താറിങ് അങ്ങ് എത്തി.
ഇനിയിപ്പോൾ അവിടെ എമഷൻ അടിക്കേണ്ട സമയം വന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിൽ നമുക്ക് എമഷൻ അടിച്ച് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡീസലൊക്കെ അടിച്ചതേ നമ്മുടെ ഡീസൽ ടാങ്കർ പമ്പ് പോയി കേട്ടോ. എല്ലാവരും ഇവിടെ കാര്യമായ പിടുത്തം വിട്ട പണിയിലാണ്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ബാക്കിയുള്ള സ്ഥലവും മൊത്തം എമഷൻ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താറിങ് ഇതേ കുഴിമന്തി ഹോട്ടലിൻ്റെ ഫ്രണ്ടിലായിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാക്കിയുള്ളത് പൊസോട്ട് ഭാഗത്താണ്. അപ്പോൾ നമ്മുടെ എമഷൻ വണ്ടി ഇതേ ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ലോഡുകൾ ഇതാ തട്ടി പോകുന്നു. നമ്മുടെ പേവർ ഇത്രത്തോളം വലിച്ചായി. ഇതേ സൈഡിലൂടെ ട്രെയിന് വീണ്ടും പോകുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം ഇന്ന് രാവിലെ തന്നെ നല്ല ചൂടാണ്. നമ്മുടെ പേവർ ഇതേ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ പുറത്ത് ഭയങ്കര വെയിലാണ്. ഞാനിതാ ഇവിടെ ഈ വണ്ടിയുടെ സൈഡിലായിട്ട് ഈ തണലത്തിങ്ങനെ വന്നിരിക്കുകയാണ്. വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടെ വേറെ മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെയുള്ള ചെറിയ സ്ഥലങ്ങളിലാണ് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ പേവർ ഇതേ ഉപ്പള പാലത്തിൻ്റെ അടുത്തുള്ള മെർജിൻ പോയിന്റ് വരെയുള്ള BC ടോപ്പ് ലെവൽ താറ് വലിച്ചു കഴിഞ്ഞു. അവസാന ഘട്ടം പരിപാടിയിലാണ് നമ്മുടെ വർക്കേഴ്സൊക്കെ. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ ഒസങ്കടി ഭാഗത്താണ് അടുത്ത പരിപാടി. അപ്പോൾ നമ്മൾ ഒസങ്കടി ഭാഗത്തോടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മിക്സൊക്കെ തട്ടിപ്പോകുന്ന വണ്ടി ഇതാ സൈഡിലൂടെ പോകുന്നുണ്ട്. ഒസങ്കടി എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കണം. ഇവിടെയൊക്കെ ഇത് കുറേ പീസ് സാധനം കാണാം. ഇതാണ് നമ്മുടെ പാലത്തിനടിക്കുന്ന മറ്റേ വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. പേര് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞുതരാം. നമ്മൾ പൊസോട്ട് പാലത്തിൻ്റെ അടിയിലോട്ടൊന്ന് വെറുതെ വന്നതാണേ. ഇത് ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. ഒരു പാർട്ടി ഹാള് പോലെ ഉണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ അടിയിൽ. നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ്. ഒരുപാട് ഏരിയ ഇഷ്ടംപോലെ ഗർഡറുകൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നുണ്ട്. ഇത് ഇവിടെ അടുത്തായിട്ടൊരു ടണൽ പോലെ ഒരു സാധനം കാണാം. നല്ല അടിപൊളിയാണ്. ഒരു ലൈറ്റൊക്കെ ഇട്ട പോലെ ഉണ്ട്. ഇതെവിടെയാണ് സ്ഥലം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രെയിനേജാണ് കേട്ടോ. നേരെ പുഴയിലോട്ടാണ് ഈ ഡ്രെയിനേജൊക്കെ വരുന്നത്. പൊസോട്ട് പാലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സെറ്റപ്പാണ്. ഇതേ ഈ റോഡിൻ്റെ ഈ ഡ്രെയിനേജിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോയത്. പക്ഷേ ഇവിടെ വലിയ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇവിടെയൊക്കെ മൊത്തം പെയിൻറ്റ് പരിപാടികളിൽ ഇങ്ങനെ നടക്കുന്നുണ്ട്. നീല പെയിൻ്റൊക്കെയാണ് നമ്മുടെ കാല് തൂണിന്. പില്ലറിനൊക്കെ മൊത്തം നീല പെയിൻറ്റും അതുപോലെ ഗർഡറിന് വെള്ള പെയിൻറ്റുമാണ്. വിശാലമായ സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇഷ്ടം പോലെ ഇവിടെ നിന്നൊക്കെ ഒരു സ്റ്റേജ് പരിപാടിയൊക്കെ വേണമെങ്കിൽ വെക്കാം. അത്രയും വലിയൊരു സ്ഥലമാണ്. സർവീസ് റോഡും മെയിൻ റോഡും അടക്കം ഏകദേശം ഒരു 60 മീറ്ററിന് മുകളിൽ വീതി വരും ഈ ഏരിയയിൽ. നമ്മളിതാ ഇത്രത്തോളം എമഷൻ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ വണ്ടികളായിട്ട് ഇതേ തട്ടാൻ വേണ്ടി റിവേഴ്സ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ എമഷൻ വണ്ടി ഇതേ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സർവീസ് റോഡിൻ്റെ താറിങ് ഇതാ നല്ല തകൃതിയായി നടക്കുകയാണ്. നമ്മുടെ ഡ്രൈവർമാരൊക്കെ ഇതാ ഇവിടെ നിൽപ്പുണ്ട്. ഇവരൊക്കെ ലോഡുമായി വന്ന വണ്ടിയുടെ ഡ്രൈവർമാരാണ് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ വെയിറ്റിങ്ങിൽ നിൽക്കുകയാണ്. ഒരു വണ്ടി ഇപ്പോൾ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പ്രജിലാട്ടനാണ് കേട്ടോ നമ്മുടെ പേവറിൻ്റെ ഓപ്പറേറ്റർ. മൂപ്പറാണ് ഇതൊക്കെ കൺട്രോൾ ചെയ്തൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ മുതൽ നല്ല ചൂടിലാണ് കേട്ടോ. ചൂടിലാണ് മൂപ്പർ നിൽക്കുന്നത്. അതായത് ഈ അന്തരീക്ഷം മൊത്തം നല്ല ചുട്ട് വഴുതിരിക്കുകയാണ്. ഇത് 150 ഡിഗ്രിയിൽ ചൂടാക്കിയ താർമിക്സാണ് നമ്മുടെ പേവറിലോട്ട് ഇപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പോൾ പിറകിലായിട്ട് നമ്മുടെ സർവീസ് റോഡ് നല്ല അടിപൊളിയായിട്ട് ലെവലായി വരുന്നുണ്ട് കേട്ടോ.
റോഡിലൂടെ നമ്മുടെ കലേഷിന്റെ വണ്ടി നമ്മളെ ഹാൻഡ് റോളറും തൂക്കി പോകുന്നുണ്ട് കേട്ടോ. എവിടത്തേക്കാണെന്ന് അറിയില്ല. എല്ലായിടത്തും ഇങ്ങനെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ റോളർ കുട്ടന്മാരൊക്കെ നല്ല അടി തുടങ്ങിയിട്ടുണ്ട്. പിറകിലായിട്ട് ഇതേ BTRും അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു വണ്ടി തട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത വണ്ടി വെക്കാൻ വേണ്ടി പോവാണ്. 3 മിനിറ്റ് കൊണ്ടാണ് ഒരു വണ്ടി ഇപ്പോൾ തട്ടി പോകുന്നത്. നമ്മുടെ അടുത്ത വണ്ടി വെക്കാൻ വേണ്ടി വരുന്നു. മൂന്ന് മിനിറ്റ് കൊണ്ട് ഒരു വണ്ടി തീർന്നു എന്നാണ് നമ്മുടെ പ്രചരണം പറയുന്നത്. സൂപ്പർ വെച്ച് ഇളക്കുകയാണ് കേട്ടോ. ഒരേ പോക്കാണ്. എല്ലാവരും ഇവിടെ നല്ല പിടുത്തപ്പെട്ട പണിയിലാണ്. അപ്പോൾ നമ്മളിതാ പരമാവധി സ്പീഡാക്കിയിട്ടുണ്ട്. നേരത്തെ 3 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ലോഡ് തട്ടിത്തീർന്നത്. അപ്പോൾ ഈ ലോഡ് എത്ര സമയം കൊണ്ട് തട്ടിത്തീരും എന്നുള്ളൊരു നോട്ടാണ്. അപ്പോൾ 3 മിനിറ്റ് കുറവ് സമയം എടുക്കുമോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് നോക്കാം. ഈ ലെവല് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ സെൻസർ നമ്മുടെ കാറിൻ്റെ ലെവൽ സെറ്റാക്കുന്നത്. അപ്പോൾ നല്ല മോശമില്ലാത്ത സ്പീഡിൽ തന്നെയാണ് നമ്മുടെ പേപ്പർ ഇങ്ങനെ വലിച്ച് ലെവൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ പേപ്പർ വലിച്ച എഡ്ജൊക്കെ നമ്മുടെ വർക്കേഴ്സ് ഇങ്ങനെ സെറ്റാക്കി വരും കേട്ടോ. ഇവിടെ ഹൈറ്റായി നിൽക്കുന്ന ഈ ഭാഗങ്ങളൊക്കെ നമ്മുടെ ഡ്രെയിനേജുമായി മേച്ചാക്കി റെഡിയാക്കുന്നതൊക്കെ നമ്മുടെ വർക്കേഴ്സാണ്. ഇവിടെ ഇപ്പോൾ റോഡ് ബ്ലോക്കായി കിടക്കുകയാണ് ഗൈസ്. പെടുത്തമിട്ട തിരക്കാണ്. നമ്മളിപ്പോ ഒസങ്കടി പാലത്തിന്റെ മുകളാണ് ഉള്ളത്. നമ്മുടെ താരങ്ങിന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ മൊത്തത്തിലൊരു തിരക്കാണ് ഇവിടെ. ഫുള്ള് പോലീസൊക്കെയാണ് കേട്ടോ കൺട്രോൾ ചെയ്യുന്നത്. കണ്ടില്ല നല്ല ബ്ലോക്കാണ്. ഫാൾട്ടായിട്ട് ഒരു കാറ്റുണ്ട്. ഇപ്പുറത്തെ വണ്ടി കയറ്റി കഴിഞ്ഞാൽ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിതേ നമ്മുടെ നായിക്കാവ് പ്ലാന്റിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും വണ്ടിയൊക്കെ വെച്ച് സൈഡാക്കി പോയി പണിയൊക്കെ കഴിഞ്ഞതാണ്. നമ്മുടെ ടൈലറൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമ്മളിപ്പോൾ നമ്മുടെ എമഷൻ വണ്ടിയിലോട്ട് എമഷൻ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതെ, അപ്പോൾ നമ്മളിത് എമഷൻ ഇങ്ങനെ നിറച്ച് കൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള ബാരലുകളിൽ കൊണ്ടുവരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബാരലിൽ നിന്ന് നമ്മുടെ വണ്ടിയിലോട്ട് ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഷ്ടംപോലെ ബാരലുകളുണ്ട്. ഇത് 2 ടൈപ്പ് സാധനമാണ്. ഒന്ന് RSഉം ഒന്ന് SS-ഉം. RS എന്ന് വെച്ചാൽ റാപ്പിഡ് സെറ്റിംഗ് ആണ്, പെട്ടെന്ന് സെറ്റാവും. SS ആകുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടാണ് സെറ്റാകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ RS ആണ് ഇതിൽ നിറച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എമർജൻസി ഇതായാലും തുള്ളിയായിട്ട് ഇതിൽ വീണുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ഡ്രമ്പ് കാര്യമായി. ഇനിയിപ്പോൾ അടുത്ത ഡ്രമ്പിലേക്ക് എടുത്തിടണം. അപ്പോൾ ഇത് അടുത്ത ഡ്രമ്പിലോട്ട് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇതിപ്പോൾ ടാങ്കിലോട്ട് ഇങ്ങനെ വന്ന് നിറയും. ടാങ്കിലോട്ട് വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മെഷീനൊക്കെ ഫുള്ള് ഫില്ലാക്കി. ഇനി രാവിലെ തന്നെ താരങ്ങിൻ്റെ പരിപാടി ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ മോർത്താനെയൊക്കെ വെച്ച് പിടിക്കുകയാണ് കേട്ടോ.